എം ജി തോമസ് സാറിനടുത്ത് ഞാൻ പോയിട്ട് പറയാണ്, എൻ്റെ സുഹൃത്ത് ജയചന്ദ്രൻ, അന്ന് എം ഇല്ല, ദേരമാഷ് അതിനുശേഷമാണ് എം ഇപ്പുറത്ത് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു കോൺട്രവേഴ്സിക്കൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് സംഭവിച്ച കാര്യം എനിക്കൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി, അങ്ങനെ അങ്ങ് പറയാം. സ്റ്റേജ് ഫ്രൈറ്റ്നസിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ടല്ലോ, മുട്ടിടി. മുട്ടിടി നല്ല പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നാണ് ഞാൻ വളർന്നു വന്നത്. ഈ ഫൈനൽ ഇയർ എന്നിട്ട് പിന്നെ ഈ പറയുന്ന 24 പേപ്പറും ഞാൻ പാസ്സാവുകയാണ്. LLB എടുത്തു, 24 പേപ്പറും ഒറ്റയടിക്ക് പാസ്സായി. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും, മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാൻ. ഒരു സാധാരണക്കാരന് നിയമം അറിഞ്ഞിരുന്ന നന്നായിരിക്കും എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാണ്. ലോയർ ബൈ പ്രൊഫഷൻ, മ്യൂസിക് ഡയറക്ടർ, സിംഗർ, പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റും കൂടെ ആയ റിജു ജോസഫാണ് നമുക്ക് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. ടോക്ക് ഫ്രെയിമിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ പുതിയ വിശേഷങ്ങൾ? ആകാശവാണിയിൽ ടോപ്പ് ഗ്രേഡ് കിട്ടിയത് ഒരു വലിയൊരു വിശേഷമാണ്. കാരണം ഈ സിനിമ പിന്നണി ഗാന രംഗത്തു നിന്നും ആകാശവാണിയുടെ ഒരു വാല്യൂ മനസ്സിലാക്കി ആ ഒരു ടോപ്പ് ഗ്രേഡ് പണ്ടത്തെ കാലത്തെ മ്യൂസീഷ്യൻസിനൊക്കെ ഈ എല്ലാവരുടെ വീടിൻ്റെ മുമ്പിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന ഒരു, ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പെരുമ്പാവൂർ സാറിൻ്റെ വീട്ടിലൊക്കെ ഇതേമാതിരി എ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ഒക്കെ വീട്ടിൽ ആകാശവാണി എ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ മറ്റേ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന പോലെയുള്ളൊരു വാല്യൂ. എൻ്റെ ഗുരുക്കന്മാരെ എപ്പോഴും പറയുന്ന ഈ അവസരങ്ങൾ തേടി ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ നീ ആകാശവാണിയുടെ ഗ്രേഡുകൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകാശവാണി നിനക്ക് വിളിച്ച് അവസരങ്ങൾ തരും, ദൂരദർശനം വിളിച്ചു തരും എന്നുള്ളൊരു കാര്യം വെച്ചിട്ട്, പിന്നെ മാത്രമല്ല നമുക്ക് ആകാശവാണി വഴി കിട്ടുന്ന ബന്ധങ്ങൾ, ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സ്, അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ, വൈനി സാറും അല്ലെങ്കിൽ ബിച്ചു തിരുമലയും അല്ലെങ്കിൽ ഗിരീഷ് പത്തഞ്ചേരിയും, നിരവധി ലിറിസിസ്റ്റുകളുടെ വരികൾക്ക് നമുക്ക് അത്രയും പ്രഗത്ഭരായിട്ടുള്ള പെരുമ്പാവൂർ ജീവനാഥ് സാറിനെ പോലെ അല്ലെങ്കിൽ എം ജി രാധാകൃഷ്ണൻ സാറിനെ പോലെ, ഉദയഭാനു സാറിനെ പോലെ, ആലപ്പി രംഗം മാഷിനെ പോലെ, കണ്ണൂർ രാജൻ മാഷിനെ പോലെ, മോഹൻ സിതാര, അങ്ങനെ നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് നമുക്ക് അവരുടെയൊക്കെ കോമ്പോസിഷൻ പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു നേട്ടമായി ഞാൻ കരുതുന്നു. അത് വളരെ ഒരു അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ ഒരു ഭാഗ്യം കൈവരിച്ച ഒരു നിമിഷമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ടോപ്പ് ഗ്രേഡ്. കാരണം സാധാരണഗതിയിൽ ഒരു മ്യൂസീഷ്യന് 20 കൊല്ലം വെയിറ്റ് ചെയ്യണമായിരുന്നു എ ഗ്രേഡിൽ നിന്ന്. ഈ എ ഗ്രേഡിൽ നിന്ന് 20 ഇയേഴ്സ് വെയിറ്റ് ചെയ്യണം എ ടോപ്പ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആകാശവാണിയിൽ എ ഗ്രേഡ് കിട്ടി 10ാം കൊല്ലം ആയിക്കഴിഞ്ഞപ്പം എൻ്റെ അന്നുണ്ടായിരുന്ന പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ സ്റ്റേഷൻ ഡയറക്ടർ പറഞ്ഞു, രജു ടോപ്പ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാൻ പാടില്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ 20 കൊല്ലം വേണ്ടേ? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഇപ്പം 20 ഇയേഴ്സ് ഇപ്പോൾ കണ്ടൗൺ ചെയ്തിട്ട് 10 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്, രജുവിന് അപ്ലൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ഞെട്ടി. സാറേ പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ സാറേ, 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ടോപ്പ് ഗ്രേഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് മിനിമം നമ്മൾ എ ഗ്രേഡിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്. എ ഗ്രേഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. എ ഗ്രേഡിൽ നിന്ന് ടോപ്പ് ഗ്രേഡ് അപ്ലൈ ചെയ്യുമ്പോൾ
എ ഗ്രേഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ഈ പറയുന്ന എല്ലാ പാട്ടുകൾക്കും ഒരു 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 മിസ്റ്റേക്ക് വരാതെ അത്രയും പെർഫെക്ഷൻ, ഒരു എ ഗ്രേഡിൻ്റെ ലെവൽ ഓഫ് റെൻഡിഷൻ എല്ലാ പാട്ടുകളിലും ഉണ്ടായിരിക്കണം. അതിൽ ഒരു പാവപ്പഴ ഒരു പാട്ടുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം മാത്രം ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ റിസ്ക് ഫാക്ടർ ഏറ്റെടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എ ഗ്രേഡിനെ വേണമെങ്കിൽ ഡി ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഒരു റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഇനിഷ്യൽ എ ഗ്രേഡിൻ്റെ ഒരു നോർമൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റുഡിയോയിൽ സാധാരണ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആകാശവാണിയുടെ 4 ഗ്രേഡിംഗ് ആണുള്ളത്. ബി ഹൈ, എ, ടോപ്പ് ഗ്രേഡ്. അപ്പോൾ സാധാരണ ഓരോ ഗ്രേഡിങ്ങിനും വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ 15 പാട്ടുകൾ ആകാശവാണിയിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്ത 15 പാട്ടുകൾ എടുത്ത് അയച്ചു കൊടുക്കുക ചെയ്യണം. അത് ഡൽഹിയിലായിരിക്കും അത് അവർ കേട്ടിട്ട് ജഡ്ജ് ചെയ്യണത്. ഈ 15 പാട്ടിൽ നിന്ന് റാൻഡമായിട്ട് ഒരു 5 പാട്ടുകൾ നമ്മുടെ അടുത്ത് പാടാൻ പറയും. അപ്പോൾ അതാണ് ഒരു ഇനിഷ്യൽ പ്രോസസ്സ്. എൻ്റെ പ്രോസസ്സ് വന്നപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു. എ ഗ്രേഡിൽ നിന്ന് ടോപ്പ് ഗ്രേഡ് വന്നപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺട്രാക്റ്റ്. ഞാൻ അതും പ്രത്യേകിച്ച് നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് മ്യൂസിക് ആൻഡ് ഫോക്ക്, അങ്ങനെ അതിന് പാടാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്റ്റ്. എന്തായാലും നാഷണൽ ഫെസ്റ്റിവൽ അല്ലേ, അങ്ങനെ വിളിച്ച് പാടിക്കാനും മാത്രം ഞാൻ അത്രയും വലിയൊരു പാട്ടുകാരനായോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ ഇത് എന്തായാലും പിന്നെ നല്ലൊരു എക്സ്പോഷറായിരിക്കും, പോയി പാടൂ എന്നൊക്കെ പറഞ്ഞ് നാഷണലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പാട്ടുകൾ അതിഗംഭീരമായിട്ടുള്ള വരികൾ ONV സാറിൻ്റെയും ഒക്കെ ആയിരുന്നു. മ്യൂസിക് ഡയറക്ടർ ഒരു പിന്നെ മുരളി സിത്താരയുടെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നല്ല അടിപൊളി കോമ്പോസിഷൻ, നല്ല റെയർ രാഗ, കുറച്ച് ടഫായിട്ടുള്ള പാട്ടുകൾ, നല്ല മെലോഡിയസ് ആയിട്ടുള്ള രാഗവും, നാഷണലി ബേസ്ഡ് ആയിട്ടുള്ള തീമുകൾ, നാഷണൽ ഇൻറ്റഗ്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഒരു 5 എണ്ണം കോയമ്പത്തൂർ വെച്ചിട്ട് ആ ഫെസ്റ്റിവലിന് പോയി പാടുകയാണ്. പാടിയെല്ലാം കഴിഞ്ഞ് 2 പാട്ട് കഴിഞ്ഞപ്പം മുരളി സിതാര ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേ, നേരമ്മണ്ണ 3 പാട്ടും കൂടെ പാടി തീർത്തേക്ക്, പാടിയ 2 പാട്ട് കുഴപ്പമില്ല, ആ 3 പാട്ട് കൂടെ നന്നായിട്ടൊന്ന് പാടി തീർത്തേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ചേട്ടാ, ഇല്ല അത് ഒന്നും പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ പുള്ളി അങ്ങോട്ട് പോയി. ചുരുക്കം പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ഒരു ഹിഡൻ ജൂറി ഈ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ വന്നിങ്ങനെ ഒരു ആളിങ്ങനെ വന്നിരിപ്പുണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ സംഭവം. ഹിഡൻ ജൂറി. അപ്പം എല്ലാം കഴിഞ്ഞ് 5 പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞപ്പം സ്റ്റേജിൻ്റെ ബാക്കിൽ ഒരു പ്രായം ചെന്ന ഒരാൾ വന്ന് പറഞ്ഞു, യു ഹാവ് സങ് സോ വെൽ, യു വിൽ ബി ഗെറ്റിംഗ് എ ഗുഡ് ന്യൂസ് ഷോർട്ട്ലി എന്ന് പറഞ്ഞൊരു ഷേക്ക് ഹാൻഡ് നിന്ന് അദ്ദേഹം അങ്ങോട്ട് മിന്നി മാഞ്ഞു പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പം യു ആർ അപ്ഗ്രേഡഡ് ഫ്രം എ ടു ടോപ്പ് ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ലെറ്റർ വന്ന സാധനം ഒരു വലിയൊരു നിധിയായി. അത് ലൈഫിൽ ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈവൻ US എംബസിയിൽ വരെ നമ്മളെ വാല്യൂ ചെയ്യുന്ന ഒരു വലിയൊരു സർട്ടിഫിക്കേഷനാണ്. ഒരു ഗ്രൂപ്പൊക്കെ പ്രോസസ്സ് ചെയ്ത് പോകുമ്പോൾ 10, 14, 15 അല്ലെങ്കിൽ 20 പേര് പോകുമ്പോൾ അത് ഈവൻ ലെജൻഡറി ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ക്വാളിഫൈഡ് മ്യൂസീഷ്യനെയാണ് അവർ ഫസ്റ്റ് ആപ്ലിക്കൻ്റായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡറായിട്ട് പിക്ക് ചെയ്യുന്നത്. എനിക്ക് തന്നെ 2 പ്രാവശ്യം കുറി വീണിട്ടുണ്ട് US ടൂർ നടന്ന സമയത്ത്. പക്ഷെ നമുക്കൊരു റിസ്ക്കും ഉണ്ട്. ഈ പോകുന്ന 20 പേരെയും നാട്ടിലെത്തിക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ ആർട്ടിസ്റ്റുകൾ അവിടെ ഓവർ സ്റ്റേ ചെയ്യുകയോ ആബ്സ്കോണ്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ US കണി കാണാൻ പറ്റില്ല. ഇപ്പോൾ മോർ ദാൻ 35 ഇയേഴ്സ് ആയിട്ടുണ്ടാവില്ല ഇൻഡസ്ട്രിയിൽ. മോർ ദാൻ 35 ഇയേഴ്സ് ആയിരുന്നു. ഇപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പണ്ടത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ, ഫിയർ ആണോ? ഇപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടെ ആദ്യം പിന്നെയും കയറുമ്പോൾ നമുക്കൊരു ഇല്ലില്ല. എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന ഒരു സൗഹൃദം പറയുന്ന പോലെ നമ്മൾ സംവേദിക്കുകയാണല്ലോ. നമ്മൾ ഒരു പാട്ട് കൺവേ ചെയ്യാണ് ഓഡിയൻസിൻ്റെ. പ്രത്യേകിച്ച് ഞാൻ ഗസൽ കൺസേർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പം ആ ഒരു രീതിയിലേക്ക് എനിക്ക് അങ്ങനെ ഒരു ഞാൻ അതുപോലെ എന്താ പറയുക,
നമ്മുടെ സ്റ്റേജ് ഫ്രൈറ്റ്നസ്സിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ടല്ലോ, മുട്ടിടി. മുട്ടിടി നല്ലപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നാണ് ഞാൻ വളർന്നു വന്നത്. കാരണം വെറുതെ ഒരു മൈക്ക്, അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ശുദ്ധിയോടുകൂടി ഒരു 5 മിനിറ്റ് പാടുന്ന ഒരു വേദി, അല്ലെങ്കിൽ നിരവധി വേദികൾ, കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം, അല്ലെങ്കിൽ സ്കൂൾ സ്റ്റേറ്റ് യുവജനോത്സവം, ഇതൊക്കെ നമ്മൾ 6 വർഷം തുടർച്ചയായിട്ട് 6 വർഷം. ഇപ്പം ഇതിൽ വേറൊന്നുമില്ലല്ലോ, കല്ലും നെല്ലും തിരിച്ചറിയത്തക്ക ഇതിലൊരു മൈക്ക് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ മുട്ടടിക്കുന്ന ഒരു സമയം. സത്യം, നമ്മുടെ ഏജ് വയസ്സ് ആണെങ്കിലും അത്ര വലിയ പ്രായമായിട്ടില്ല. അതെ 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 അതെ. അപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഒരു പക്കമേള അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഓർക്കസ്ട്രയുടെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് ഒരു വലിയൊരു അല്ല, സാധാരണ ചില സിംഗേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്ര സ്റ്റേജിൽ കയറിയാലും പിന്നെ കയറുമ്പോൾ പിന്നെ ഒരു ഫസ്റ്റിലത്തെ ഒരു ഫിയർ ആദ്യം കുറച്ച് നേരം വരും, പിന്നെ അത് യൂസ്ഡ് ആവും എന്നുള്ളത്. ഞാനൊക്കെ സ്റ്റേജിൽ വന്ന് കയറുമ്പോൾ മുമ്പ് തന്നെ അടുത്തടുത്ത് ഇവന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലുള്ള സംഭാഷണം വരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചിലരുടെ. അത് അവന് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ലാതെ ചില സമയത്ത് ചിലപ്പോൾ ഞാൻ ബാക്കിലിരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കേ, ഫസ്റ്റ് ഇവനും സെക്കൻഡ് മറ്റേ കുട്ടനായിരിക്കും. കുട്ടനാരെന്നറിയോ? MJ ചന്ദ്രൻ. ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് മാർബൈനസ് കോളേജിലാണ് MJ ചന്ദ്രൻ പഠിച്ചതും ഒക്കെ. ഞങ്ങൾക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇപ്പം ജയൻ തിരുവനന്തപുരത്തും ഞാൻ എറണാകുളത്തും ആയതുകൊണ്ട് അങ്ങനെ വലിയ ടച്ച് ഇല്ല ഇപ്പോൾ. ഇപ്പം ഈ ലോയർ പ്രൊഫഷൻ എങ്ങനെയാണ് എടുത്തത്? കാരണം മ്യൂസിക് നേരത്തെ ഉണ്ടായിരുന്നോ കൂടെ, അതോ? മ്യൂസിക് എൻ്റെ 7 വയസ്സിൽ തുടങ്ങി എന്നെ സംഗീതത്തിന് എൻ്റെ അമ്മയും അച്ഛനും കൊണ്ട് ചേർത്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അന്ന് ഞാൻ മൂളിപ്പാട്ട് പാടിയതിന് എനിക്കൊരു സംഗീതജ്ഞൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ദാസാറിൻ്റെ തരങ്ങിണി സ്കൂളിൽ കൊണ്ടാക്കുമ്പം ഗാനഭൂഷണം കോഴ്സാണ് എന്നെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ട് ഏൽപ്പിച്ച സ്ഥലം. ഗാനഭൂഷണം കോഴ്സ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ 7 വയസ്സുകാരൻ എങ്ങനെ ഈ ഗാനഭൂഷണം കോഴ്സ് പഠിക്കണേ? അപ്പം അങ്ങനെ വന്നപ്പോൾ ദാസാറിൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ദാസാറ് എന്താണ് പറഞ്ഞതെന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം 7 വയസ്സല്ലേ. അപ്പം അന്ന് എൻ്റെ അമ്മ പറയണമെന്ന് വെച്ചാൽ എന്നെ പാടിച്ചു നോക്കി, സ്വരസ്ഥാനങ്ങളൊക്കെ പാടിച്ചു നോക്കി. അങ്ങനെ ഞാൻ സ്വരസ്ഥാനങ്ങൾ പാടുന്നതൊക്കെ അനുസരിച്ച് ഞാൻ പാടുന്നു. അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മയും എൻ്റെ അമ്മയോടൊപ്പം അമ്മയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, മോളി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോലും, പിന്നെ ഇവനൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് പാടും, പിന്നെ നമുക്ക് ഇവൻ എല്ലാവരുടെയും കൂട്ടിയിരുന്ന് പഠിച്ചോട്ടെ, ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് അവന് കൊടുക്കാം. അതേസമയം ഗാനഭൂഷണം കോഴ്സ് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 15 വയസ്സ് വേണം. അപ്പോൾ ഇനി 7 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഇവന് 4 വയസ്സ് കൊണ്ട് 11ാം വയസ്സിൽ ഗാനഭൂഷണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ എക്സാം എഴുതാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിൽ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമുക്ക് സംഗീതം പഠിച്ചാൽ മതി. അപ്പോൾ അവിടെ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ടീച്ചർ അന്നപൂർണേശ്വരി ടീച്ചർ. സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ അവിടെ പഠിപ്പിച്ചിരുന്നത് പെരുമ്പാവൂർ ജീരനാഥ് സാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ പി രാമസ്വാമി സാറ് അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗിറ്റാർ അവിടെ ജോൺ ആൻ്റണി എന്ന് പറഞ്ഞിട്ട് സബ് എടുക്കണം. സബ് ഈ ഗാനഭൂഷണത്തിൻ്റെ കോഴ്സ് അങ്ങനെയാണ്, നമ്മൾ തിയറി പഠിക്കണം, സബ് പഠിക്കണം, പെർക്കഷൻ പഠിക്കണം. അപ്പോൾ പെർക്കഷൻ മൃദംഗം പഠിക്കണ്ടായിരുന്നു. പക്ഷേ മൃദംഗം ക്ലാസ്സിലൊക്കെ ഞാൻ ആ ദിവസമൊക്കെ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയി ക്രിക്കറ്റ് കളിക്കും. അങ്ങനെയായിരുന്നു. ഗിറ്റാർ അപ്പം ഈ വളർന്ന് സ്കൂളിലെ പരിവല്ലേ, വൈകുന്നേരത്തെ സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാനുള്ളൊരു ഭ്രമമായിരുന്നു എനിക്ക്. ഇത് വേറൊരു സ്കൂള് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ക്ലാസ്സിൽ അത്ര റെഗുലർ ആയിരുന്നില്ല സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്നെ വീക്കെൻഡ്സിൽ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് അന്നപൂർണേശ്വരി ടീച്ചറുടെ വീട്ടിൽ അങ്ങോട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരമായിട്ട് അങ്ങോട്ട് വിടും. അപ്പം അത്രയും ഇത്ര നേരം എന്ന് പറഞ്ഞിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. ഒരു കീർത്തനം പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു വർണ്ണം പഠിപ്പിക്കുമ്പോൾ എനിക്ക് രാവിലെ തൊട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഊണ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വൈകുന്നേരം 5 മണിക്ക് ആണ് ഓഫീസ് വിട്ട് വരുന്നത്. അവിടുന്ന് തന്നെ
കൂട്ടിയാണ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോണേ. അപ്പോൾ ആ വൈകുന്നേരം 5 മണി വരെയുള്ള ഒരു സമയത്ത് ഞാൻ ഊണ് കഴിച്ചിട്ടാണെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള ഒരു അത്രയും പേഷ്യൻസ് എവിടെ ആലോചിക്കുകയാണ്, കാരണം അത്രയും നേരം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണ്ടേ. അല്ല, അത് പഠിപ്പിക്കുന്ന ടീച്ചറിന് അതുപോലെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പഠിക്കുന്ന ഒരു ഭയങ്കര ക്യാച്ചിയാണ് ഇപ്പോൾ എന്ന് പറയണത്. ഇപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ പിടിക്കുമെന്നാണ് പറയണത്. കോഴ്സ് കഴിഞ്ഞ ശേഷം വീണ്ടും സംഗീത പഠനം തുടർന്നത് ചേർത്തല ഗോപാലൻ സാറിനടുത്താണ്. അതിനുശേഷം എറണാകുളത്ത് വന്ന ശേഷം മാമംഗലം എം.ആർ. മധുസൂദന മേനോൻ സാറിനടുത്ത് പഠിച്ചു. N.P. രാമസ്വാമി സാറിന്ന് വീണ്ടും പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിരവധി വർഷങ്ങളോളം കർണാട്ടിക് മ്യൂസിക് പഠിക്കുകയും ഇതിനിടയ്ക്ക് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ രമേശ് നാരായണ സാറിനടുത്ത് പഠിച്ചു. പിന്നെ അതിനുശേഷം ഉസ്താദ് ഫയാസ് ഖാൻജി അടുത്ത് തൃപ്പൂണിത്തുറയിൽ പോയിട്ട് അവിടെ പോയി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആണ് എൻ്റെ സംഗീത സമ്പത്ത്. ഹിന്ദുസ്ഥാനി പഠിച്ചത് കഴിഞ്ഞിട്ടാണ്, കോഴ്സെല്ലാം കഴിഞ്ഞിട്ട്. കോഴ്സെല്ലാം കഴിഞ്ഞിട്ട് അത് പഠിച്ചിട്ട് ഇപ്പോൾ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞൊരു 6-7 കൊല്ലം മുമ്പാണ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കലും കൂടെ പഠിച്ചു തുടങ്ങിയത്. പക്ഷേ ആ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കുന്നതിൻ്റെ പിന്നിൽ എനിക്ക് ഈ ഗസൽ പ്രാന്ത് ഭയങ്കര ഗസൽ പ്രാന്ത് എന്ന് തന്നെ പറയണം. അത് ഈ ലൈറ്റ് മ്യൂസിക് പാടുന്നതുകൊണ്ട് ലൈറ്റ് മ്യൂസിക്കിന് ഈ പറയുന്ന രീതിയിൽ കോമ്പറ്റീഷനിൽ മുൻപന്തിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടുന്ന രീതിയിലൊക്കെയുള്ള ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ലളിതഗാനം എങ്ങനെ ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഈ സംഗതികളുടെ അതിപ്രസരമില്ലാതെ അത് വളരെ ശുദ്ധിയോടുകൂടി വളരെ സൂതിങ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒഴുക്കോടുകൂടി പാടുന്ന ഒരു ഫോർമാറ്റായിരുന്നു ഗസൽ. അപ്പോൾ ആ ഗസൽസ് നിരവധി ലെജൻസിൻ്റെ കേൾക്കുന്ന ഒരു കേൾവിജ്ഞാനം കൂടി ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജ് ടൈമിൽ. അപ്പം അങ്ങനെ ആ കേൾവി ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഗസലിനോടുള്ള ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് അത് ഓരോ റെയർ രാഗാസിൻ്റെ റൂട്ട് ആ ഒരു ലൈനേജ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് ആ ഫ്ലോ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കര ലെസണിങ് ആയിരുന്നു ഓരോ ഗസൽസും. അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാനി നദിയെന്നുള്ള ഒരു ഭ്രമം വെച്ചിട്ടാണ് അത് കൂടുതൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ തന്നെ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഹിന്ദുസ്ഥാനി രാഗങ്ങളുടെ സഞ്ചാരങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഹിന്ദുസ്ഥാനിയും കൂടെ പഠിച്ചു തുടങ്ങിയത്. ഗസൽ നമുക്കൊരു 4 വരെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗസൽ? ഹാസിർ എന്ന് പറഞ്ഞൊരു മറ്റേ സക്കീർ ഹുസൈൻ ഹരിഹരൻ കോമ്പിനേഷനായിട്ടുള്ള ഒരു ഗസലാണ്. शहर दर शहर लिए फिरता हूँ तन्हाई को, शहर दर शहर लिए फिरता हूँ तन्हाई को, कौन सा नाम दूँ मैं तेरी शनासाई को, शहर दर शहर लिए फिरता हूँ तन्हाई को, कोई महफिल हो तेरा नाम तो आ जाता है, कोई महफिल हो तेरा नाम तो आ जाता है, जान कर साथ लगा रखा है रुसवाई को,
जान कर साथ लगा रखा है रुसवाई को शहर दर शहर लिए फिरता हूँ तन्हाई को. ഓ സൂപ്പർ. അല്ലാതൊരു ഫീല് ക്രിയേറ്റ് ചെയ്യണതാണ് ഈ ഗസൽ എന്ന് പറയുമ്പോൾ അല്ലേ? അതെ അതെ അതെ. ഈ പ്ലേ ബാക്കിങ്ങിലേക്ക് ഏത് സമയത്താണ് വന്നത്? കോളേജിൽ പഠിക്കുമ്പോഴാണോ അത് കഴിഞ്ഞിട്ടാണോ? എൻ്റെ 18-ാം വയസ്സിൽ ഞാൻ ദേവരായ മാഷിനെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അന്ന് ബ്രഹ്മാസ്ത്രം എന്നൊരു പടത്തിന് ഞാൻ ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് ഞാൻ, പക്ഷേ ട്രാക്ക് എന്നുള്ള രീതിയിലൊന്നും എനിക്ക് ട്രാക്ക് എന്താണെന്ന് പോലും അറിയില്ലാത്ത ഒരു സമയം. അപ്പോൾ എന്തോ അവിടെ പോയി ദേവരായ മാഷിനെ PA ബക്കർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് എന്നെ പരിചയപ്പെടുത്തി തരുന്നത്. എൻ്റെ അയൽവാസിയായിരുന്നു. ബക്കർജിയുടെ വീട്ടിലിടയ്ക്ക് ഞാൻ പോയി കുറച്ച് പാട്ടൊക്കെ പാടി കൊടുത്തു കഴിഞ്ഞപ്പം നിന്നെ ഞാൻ മാഷിൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഒരു ദിവസം. അങ്ങനെ മാഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവനെ കൊണ്ട് നമുക്കൊരു പടത്തിലൊന്ന് പാടിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ളൊരു സംഭാഷണം വന്നു. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ബ്രഹ്മാസ്ത്രത്തിലെ 2 പാട്ട്, പൊന്നോണത്തുമ്പി തൻ ചുണ്ടിലൊളിപ്പിച്ചു മന്ദാരപ്പൂവിനൊരു സമ്മാനം, നിന്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം എന്ന് പറഞ്ഞൊരു നല്ല രസമുള്ള ഒരു പി ഭാസ്കരൻ മാഷ് എഴുതിയൊരു ഉഗ്രം പാട്ട്. അപ്പോൾ ഈ പാട്ട് പാടി അതിൽ തന്നെ ഒഴുകുന്ന കണ്ണീർ തുടച്ചു കൊണ്ടെന്നെ നാം വഴി പിരിഞ്ഞെങ്കിലും ഓമലാളേ, പുഴയൊഴുകും വഴി മാറിടും പുത്തനാം പുളിനത്തിൽ നിന്നെ ഞാൻ തേടിയെത്തും, ഒഴുകുന്ന കണ്ണീർ തുടച്ചു കൊണ്ടെന്നെ നാം വഴി പിരിഞ്ഞെങ്കിലും ഓമലാളേ, നിന്നെ ഞാൻ തേടിയെത്തും. ഇങ്ങനെ ഒരു പാട്ട് പാടി. അപ്പോൾ ഈ 2 പാട്ടുകൾ പാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വലിയ ജാടയിലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനി പിന്നണി ഗായകനാണല്ലോ എന്ന് ഒക്കെ ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ അഹങ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അത് കാരണം വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം കൺസോളിൽ വെച്ചിട്ട് പി ഭാസ്കരൻ മാഷ്, പിന്നെ ദേവരായ മാഷ്, ഇപ്പുറത്ത് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ ഒക്കെ ചേർന്നിട്ട് ഒരു സ്റ്റിൽ ഫോട്ടോ സെഷനൊക്കെ നാന അതിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് ഭയങ്കര പ്രതീക്ഷയല്ലേ, ഇത് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് വരും, നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് വരുമെന്നൊക്കെയുള്ള ബോധമൊന്നും എനിക്കില്ല. പണ്ട് ഇപ്പോൾ നമ്മുടെ മേളിൽ കൂടെ പാടാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ റെക്കോർഡിങ് സെഷനെല്ലാം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് ഒരു വിശേഷവുമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ മാഷിൻ്റെ അടുത്ത് പോകും. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് മാഷ് പറഞ്ഞു, എടാ നീ ഒന്ന് അടുത്ത ആഴ്ച ഒന്ന് തരങ്ങണി പോയിട്ട് അതിൻ്റെ കാസറ്റ് ഇറങ്ങുന്നുണ്ട്, നീ പോയിട്ടൊരു കോപ്പി വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. സന്തോഷം കൂടി. അപ്പം ഞാൻ അങ്ങനെ കാസറ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോവല്ലേ, നമ്മുടെ പാട്ട് പുറത്തിറങ്ങാൻ പോവല്ലേ. അങ്ങനെ പോയി കാസറ്റ് പോയി വാങ്ങിച്ചു കഴിഞ്ഞപ്പം 2 പാട്ടിലും ക്രെഡിറ്റ്സിന് നേരെ ഒഴുകുന്ന കണ്ണീർ KJ യേശുദാസ്, പൊന്നോണത്തുമ്പിതൻ KJ യേശുദാസ്. എന്തായാലും ദാസാറ് എൻ്റെ മുകളിൽ കൂടെ പാടിയോണ്ട് നമുക്ക് ഉള്ളിലൊരു വിഷമമുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കാരണം അതുപോലെ ഒരു വിമ്മി പൊട്ടി കരഞ്ഞ ഒരു ഉള്ളിലെ വിഷമം വെച്ച് ഞാൻ മാഷിൻ്റെ അടുത്ത് ചെന്ന്, മാഷ് ഇത് കണ്ടോറണേ യേശു പാടിയോ എന്ന് ചോദിക്കുകയാണ്. ദാസാറ് പാടിയോ എന്നുള്ളത് മാഷ് അറിയുന്നില്ല എന്നുള്ളതാണ്. മാഷിനൊരു പാരാലിറ്റിക് സ്ട്രോക്ക് വന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഒരു 6 മാസം കാലാവധിയിലാണ് ഈ സംഭവവികാസങ്ങളൊക്കെ നടന്നത്. ഈ ഫൈനൽ മിക്സിങ് ഇതിൻ്റെ പുറത്ത് നടന്നതൊക്കെ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ മാഷിനോട് വിളിച്ച് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല.
അത് ഡയറക്ടറായിട്ടുള്ളൊരു കാരക്ക മണ്ഡപം ശശീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വളരെ വിഷമത്തോടുകൂടി ഒരു സമയത്ത് മീഡിയയിൽ പറയുകയും ചെയ്തു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമാണ്, എനിക്ക് എൻ്റെ പടത്തിലെ പശ്ചാത്തല സംഗീതം കൂടി ദേവരാം മാഷിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞ ആഗ്രഹം നടക്കാതെ പോയി. അതിനൊരു കാരണം അന്ന് യുവജനോത്സവങ്ങളിൽ വിൻ ചെയ്തിരുന്ന രജു ജോസഫിനെ കൊണ്ട് മാഷ് പാടിക്കുമ്പം, പക്ഷെ അതിൻ്റെ മേലെ കൂടെ ദാസാറിനെ കൊണ്ട് പാടിച്ചിട്ട് അതിനുശേഷമുള്ള ആ പടത്തിൻ്റെ ബാക്കിയുള്ള വർക്കിന് റീറെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം മാഷ് പറയുണ്ടായി, ആ പടം ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആരെയെന്ന് വെച്ചാൽ പോയി ചെയ്യിച്ചോളൂ എന്ന്. അങ്ങനെ ഒരു ലെജൻഡ്, അതെനിക്ക് തോന്നുന്നില്ല മറ്റൊരു മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു മറുപടി പറയുമെന്ന്. അപ്പം മാഷിനെ അതുപോലെ ഞാൻ അത്ര ആ ഒരു റേഞ്ച് ഓഫ് മ്യൂസിക് ഡയറക്ടർ, അത്രയും അങ്ങനെ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു റിപ്ലൈ പറയാൻ, അവാർഡാണ് സത്യം പറഞ്ഞത്, അത്രയും സ്റ്റേൺ ആയിട്ടുള്ള റിപ്ലൈ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ റീ റെക്കോർഡിങ്ങിനും കൂടെ ഒരു പൈസ കിട്ടാൻ വേണ്ടി, റെമ്യൂണറേഷൻ കിട്ടാൻ വേണ്ടി, അല്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു പക്ഷേ വീണ്ടും ആ ഒരു റീ റെക്കോർഡിങ് കൂടെ ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സേ ഉള്ളൂ ഇപ്പോൾ. കുറ്റം പറയുന്നതല്ല, അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ്. പക്ഷെ മാഷ് ആ നിലനിൽപ്പ് നോക്കിയില്ല എന്നുള്ളതാണ്, മാഷ് ചെയ്തില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം മാഷ് എന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം മാഷ് എൻ്റെ അടുത്ത് മറ്റേ മാധുര്യമ്മയായിട്ട് ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു നാടകം മാഷ് ചെയ്യാണ് സംഗീതം. അന്ന് ആ പടത്തിന് മാധുര്യമ്മയായിട്ട് ആ ഇന്ദുലേഖയിലെ നാടകത്തിൻ്റെ ഒരു പാട്ട്, ഒരു ഡിവറ്റായിട്ട്, പരിഭവമോ പരിരംഭണമോ പരിഭവമോ പരിരംഭണമോ എൻ പ്രിയനിതിലേതു പ്രിയം പറയൂ, പരിഭവമോ പരിരംഭണമോ എൻ പ്രിയനിതിലേതു പ്രിയം പറയൂ. അങ്ങനത്തെ ഒരു പിരപ്പങ്കോട് മുരളി സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഏജിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു നാടകം മാഷിൻ്റെ പാടാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യമുണ്ടായി. പിന്നെ അതിനെ കണക്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ ലോഡ പഠിത്തം എല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഒരു കുടുംബം നടത്തി പോണെങ്കിൽ 300 രൂപ ശമ്പളം കിട്ടുന്ന എൻ്റെ ശമ്പളം കൊണ്ട് എൻ്റെ കുടുംബം നടത്തിപ്പോവാൻ നടപടിയാവത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പതുക്കെ ചെന്നൈയിലേക്ക് ഞാൻ പോവുകയാണ്. പോയി അവിടെ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അതിൽ മുട്ടി കാത്തു കിടന്ന് ട്രാക്ക് പാടി. അങ്ങനെ ജോൺസൺ മാഷിൻ്റെ പടത്തിൻ്റെ ട്രാക്ക് പാടുന്നു, ഔസേപ്പച്ചൻ സാറിൻ്റെ പടത്തിന് ട്രാക്ക് പാടുന്നു. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഫാദർലോയുടെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു രാജൻ ശങ്കരാടി എന്ന് പറഞ്ഞ ഡയറക്ടർ, ജോഷി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട്. ഇപ്പം രാജൻ ചേട്ടൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പടം മീനത്തിൽ താലികെട്ട് എന്ന് പറഞ്ഞിട്ട്, ദിലീപിൻ്റെ ആദ്യത്തെ പടം. അന്ന് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മീനത്തിൽ താലികെട്ട്. ദിലീപ് ഒരു സ്കൂൾ ബോയ് ആയിട്ട്. അതെ 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 അതെ. അപ്പം ആ പടത്തിൽ പിന്നെ ഒരു പാട്ട്, കാണാ കൂട്ടിൽ കണ്ണാടിച്ചില്ലൊന്ന് തുറക്കാം, പാടാ പാട്ടിൻ സിന്ദൂരച്ചിറകിന്മേൽ പറക്കാം, കാണാ കൂട്ടിൽ കണ്ണാടിച്ചില്ലൊന്ന് തുറക്കാം, പാടാ പാട്ടിൻ സിന്ദൂരച്ചിറകിന്മേൽ പറക്കാം. അത് MG ശ്രീകുമാറും ഞാനും കൂടെ ആയിരുന്നു. ഒരു വെക്കേഷൻ ടൂർ പോകുന്ന ഒരു സീനാണ്. അപ്പോൾ ആ പടത്തിൽ ഈ പറയുന്ന ഞാൻ ട്രാക്ക് പാടി
ട്രാക്ക് പാടുന്നത് അതിന് മുമ്പ് വേറെ പാട്ട് ഔസേപ്പച്ചൻ സാറിൻ്റെ ജനനി എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ആദ്യം ട്രാക്ക് പാടുന്നത്. അത് പുള്ളി ഔസേപ്പച്ചൻ സാർ കൺവിൻസ്ഡ് ആയി. അപ്പോൾ ഈ ഒരു അവസരം വന്നപ്പം രാജൻ ശങ്കരാടി എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് എൻ്റെ ഫാദറിലേക്ക് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ഔസേപ്പച്ചൻ സാർ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ നിനക്ക് പാടാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുമ്പ് ഈ ജനനിയിൽ ട്രാക്ക് പാടി പുള്ളിക്ക് ഓൾറെഡി ഒന്ന് ബോധ്യം വന്ന് നിൽക്കണ്ടായിരുന്നു. എന്തായാലും അതിലാണ് ആദ്യത്തെ തുടക്കം. അത് കഴിഞ്ഞ് അടുത്തത് പിന്നെ ചിത്ര ചേച്ചിയായിട്ട് സുന്ദരകിലാടി എന്ന് പറഞ്ഞിട്ട് മാതം പുലരുമ്പ പൂരൂട്ട് സ്വപ്ന ഭൂമിക്കിടാത്തിക്ക് നീരാട്ട്, മാതം പുലരുമ്പ പൂരൂട്ട് സ്വപ്ന ഭൂമിക്കിടാത്തിക്ക് നീരാട്ട്, പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്, പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്, ചെമ്പഴുക്ക പൊൻപഴുക്ക പാണം കൊണ്ടീണം കൊണ്ടാട്ടം, മാതം പുലരുമ്പ പൂരൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫോക്കിഷ് ടച്ചുള്ള ബിച്ചു തിരുമല ചേട്ടനാണ് അത് എഴുതിയത്. അതിനുശേഷം പിന്നെ ഞാൻ അലക്സ് പോൾ മ്യൂസിക് ഡയറക്ടറിനെ മീറ്റ് ചെയ്യാണ്. അത് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റായി എൻ്റെ കരിയർ ബ്രേക്കിലേക്ക്. ആ ഒരു മീറ്റിംഗ് പ്രത്യേകിച്ച് അച്ഛനുറങ്ങാത്ത വീട്ടിൽ ഒരു ഗസൽ ടച്ചുള്ള ഒരു പാട്ട് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഗസൽ പാടുന്ന ആരൊക്കെയുണ്ട് എന്നുള്ള രീതിയിലുള്ള അന്വേഷണത്തിൽ വന്നപ്പോൾ എനിക്ക് കുറി വീണു. അത് കഴിഞ്ഞ് പാലക്കാട് ആണ് അതിൻ്റെ ക്യാമ്പ്. പണ്ടൊക്കെ ഇപ്പോഴത്തെ പോലെ വാട്സാപ്പിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി, പാലക്കാട് പോയി. ലാൽ ജോസ് സാറുണ്ട്, പിന്നെ വയലാർ സാരത്തുണ്ട്. അപ്പോൾ ട്യൂൺ ആദ്യം മൊത്തം പറഞ്ഞു തന്നത് മൊത്തം ഞാൻ സ്വരത്തിലാണ് എഴുതിയെടുക്കുന്നത്. നൊട്ടേഷൻ മൊത്തം സ്വരത്തിൽ എഴുതിയെടുക്കുന്നത്. അങ്ങനെയാണ് ഒഴുകുകയായി പുഴ പോലെ എന്നുള്ള പറഞ്ഞ പാട്ടിൻ്റെ ഉദ്ഭവം. അത് എൻ്റെ കരിയറിലെ ഒരു ഭയങ്കര ഒരു ബ്രേക്കായി. അത് ഒരു പക്ഷേ സുജാത ചേച്ചിയായിട്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അത് ചില ചാനലിൽ അവാർഡ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ മികച്ച ഗായിക സുജാത പാട്ട് ഒഴുകുകയായി പുഴ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഗായകനില്ല, അവിടെയും ഗായകനില്ല, ഗായികയ്ക്ക് മാത്രം അവാർഡ്. കാരണം നമുക്ക് പേരില്ലല്ലോ. പേര് അപ്പം അങ്ങനെ ആ പാട്ട് അതിൽ നിന്ന് നല്ലൊരു എന്താ പറയുക, എനിക്ക് അതൊരു ആസറ്റാണ് ആ പാട്ട്. എന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പലരും ഒഴുകുകയായി പുഴ പോലെ. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പാടിയ നല്ലൊരു പാട്ടാണ് കാറ്റാടി തണലും ക്ലാസ്മേറ്റ്സ്. അപ്പോൾ അങ്ങനെ ആ പടത്തിന് 4 പാട്ടുകളുണ്ടായിരുന്നു. ഈ പറയുന്ന കാത്തിരുന്ന പെണ്ണല്ലേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് വന്നതാണ്. ആ ഒരു മാസം 2 മാസത്തോളം ഞാൻ മൊത്തം ആ ക്യാമ്പിൽ മൊത്തം ഈ വീട് വിട്ടാണ് നമ്മൾ പോയി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വക്കീൽ പണി എന്ന് പറയുന്നത് 300-500 രൂപ ശമ്പളം. അപ്പോൾ ഇതിൽ നിന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും 2 പൈസ കൂടുതൽ കിട്ടുകയും വേണം, നമുക്ക് കുടുംബം നടത്തി പോവുകയും വേണം. എന്തായാലും അങ്ങനെയുള്ളൊരു ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ ഈ 2 മാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഞാൻ ഒരിക്കലും ഈ പറയുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓരോ പാട്ടുകൾ വല്ലപ്പോഴും കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഒരു ഗായകനാണെങ്കിലും നമുക്ക് കിട്ടുന്ന വല്ലപ്പോഴും ഒരു പടത്തിന് ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലൈവ് പ്രോഗ്രാം കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. അപ്പം അങ്ങനെ പതുക്കെ നമ്മുടെ കരിയർ അങ്ങനെയാണ് പതുക്കെ. അതിനുശേഷം നിരവധി പടങ്ങളും ഒരു 8-10 പടങ്ങളോളം അലക്സ് സാറിൻ്റെ കമ്പോസിഷനിൽ പാടി. കരിമ്പനയുടെ നാട്ടിൽ, അല്ലെങ്കിൽ പോത്തൻ വാവയിൽ നേരാണേ എല്ലാം നേരാണേ കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണേ എന്ന് പറഞ്ഞ പാട്ട് മധുബാലകൃഷ്ണൻ മഞ്ചേരി ഞാൻ. അപ്പം അതിൽ വിഹരമാനസ രാമ എന്ന് പറഞ്ഞൊരു കീർത്തനം ഉണ്ട് അതിൻ്റെ അകത്ത്, ഒരു ബ്ലെൻഡ് ഈ സോങ്ങുമായിട്ട് ബ്ലെൻഡഡായിട്ട്. അത് നെടുമുടി ചേട്ടന് വേണ്ടിയിട്ടാണ്, മമ്മൂക്കയും നെടുമുടി ചേട്ടനുമായിട്ടാണ് ആ സ്റ്റേജിൽ. അപ്പോൾ ഈ മെലഡിയും അതുമായിട്ടുള്ള ഒരു ബ്ലെൻഡിൽ വിഹരമാനസ രാമയെ കീർത്തനം പാടുന്നത് ഞാനായിരുന്നു.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വാസ്തവം അല്ലേ? വാസ്തവം. അതിൽ കടം കൊണ്ട ജന്മം പേറി കിതപ്പിന്റെ ഭാരം താണ്ടി, പത്മകുമാർ ചേട്ടന്റെ പടം. പിന്നെ പന്തേക്കോഴിയിലും പാടിയിട്ടുണ്ട്. പന്തേക്കോഴി, കരിമ്പനയുടെ നാട്ടിലെ തകിലടിക്കുന്ന തെന്നലെ, ഫാസ്റ്റ് നമ്പർ അല്ലേ? കരിമ്പനയുടെ നാട്ടിലെ തകിലടിക്കണ തെന്നലെ, വേലവരും കാലമിതാണേ, നരൻ. നമുക്ക് മറ്റേ കരിയർ ബ്രേക്ക് ഉള്ള പാട്ടേക്ക് 4 പേര് കേൾക്കണം. അതേതാ? പുഴയോ, ഒഴുകുന്ന പുഴയോ? ഒഴുകുകയായി പുഴ പോലെ, ഓ പൊഴിയുകയായി മഴ പോലെ, ഓർമ്മകളെ നീ തഴുകിയ പോലെ, ഈറൻ വിരലുകളാലേ, ഓ ഒഴുകുകയായി പുഴ പോലെ, ഓ പൊഴിയുകയായി മഴ പോലെ. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണത്. ഇപ്പോഴും എനിക്ക് സലീം കുമാറിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അല്ല, ആ സ്റ്റോറിയും വന്ന് ഭയങ്കര വിവാദം. സ്റ്റേറ്റ് അവാർഡ് കിട്ടും. അതെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയുള്ള റിയൽ സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റാടിത്തണല് നമുക്ക് 4 പേര് കേൾക്കാം. കാറ്റാടിത്തണലും തണലത്തരമതിലും, മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും, കളിയൂഞ്ഞാലാടുന്നി ഇടനാഴിയിലായി, മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം, ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം, കാറ്റാടിത്തണലും തണലത്തരമതിലും, മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. ഈ പാട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പാട്ടിന് എത്ര സ്റ്റേജിൽ പാടിയിട്ടുണ്ടാവൂല്ലേ? പിന്നെ അവിടെ നിന്ന് ഇഷ്ടം പോലെ പാടിയിട്ട് കാണും. അല്ല, ഒരു പാട്ട് ഹിറ്റ് ആവണമെങ്കിൽ കുറെ കടമകളുണ്ടല്ലോ. പടം ഹിറ്റ്, ഇതില് പടവും ഹിറ്റാണ്. ആ ഒരു എന്താ പറയാ, വിഷ്വൽസും ഭയങ്കര രസമാണ് കാണാൻ. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, ടോപ്പായിട്ട് ഒരു ഗ്രൂപ്പ് അല്ലേ? അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ടാണ് മ്യൂസിക് കമ്പോസിങ്ങിലോട്ട് അല്ലേ പോയത്? മ്യൂസിക് കമ്പോസിങ് ശരിക്കും എൻ്റെ കോളേജ് ടൈമിൽ തന്നെ, അല്ലെങ്കിൽ കോളേജ് ടൈം പ്രീ ഡിഗ്രി സമയത്ത് തന്നെ ഞാൻ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്യണ്ടായി. അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയത്, അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ടോപ്പ് വയലിനിസ്റ്റിൻ്റെ ഒരു 3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. MJ തോമസ്, MJ ആൻ്റണി, MJ മൈക്കിൾ. അവരുമായിട്ട് കണക്ട് ചെയ്യാൻ മാത്രം എൻ്റെ അമ്മ ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ ഇവർ ആലപ്പുഴയാണ്. അപ്പോൾ അങ്ങനെ പണ്ട് ഈ വർഷങ്ങളായിട്ടുള്ള ഒരു ആലപ്പുഴ എന്നുള്ള ബേസിലുള്ള ഒരു പരിചയം, ആ പൂന്തോപ്പിൽ പള്ളിയിലൊക്കെ പോയി ഇവരൊക്കെ കണ്ട് പരിചയം വെച്ചിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ അമ്മ കൊണ്ടുപോയിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, MJ തോമസ് സാറിന്. അപ്പോൾ അങ്ങനെ പുള്ളി ചെയ്ത ഒരു കാസറ്റിൽ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു. ആ കമ്പോസ് ചെയ്ത പാട്ടിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത ആരാന്നറിയോ? MJ ചന്ദ്രൻ. ആ കവർ ശരിക്കും ഒന്ന് കാണിക്കാനുണ്ട് നിങ്ങളെ. പക്ഷെ അത് ഞാനൊരു അഹങ്കാരമായിട്ട് പറയുകയല്ല, പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയി. MJ ചന്ദ്രൻ്റെ തുടക്കത്തിൽ അത് ശരിക്കും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി നന്നായി. ശരിക്കും ഈ MJ ചന്ദ്രൻ ശരിക്കും എൻ്റെ ഒരു വന്ന വഴി എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിന് ഞാൻ ഒരു പങ്ക് വഹിച്ചു എന്നുള്ളൊരു കാര്യം ഐഡിയ സ്റ്റാർ സിംഗറിൽ ഓപ്പണായിട്ട് ജയൻ തന്നെ പറയുകയുണ്ടായി. അതായത് മനോജ്ഞ മാല്യം എന്ന് പറഞ്ഞ ഒരു കാസറ്റിൽ 10 പാട്ടുകളുണ്ട്, 10 ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ്. ഈ MJ തോമസ് സാർ എന്ന് പറയുന്നത് ഇപ്പോൾ അന്നത്തെ മലങ്കര കാത്തലിക് സഭയുടെ ഗ്രിഗോറിയസ് തിരുമേനി എന്ന് പറഞ്ഞൊരു പിതാവുണ്ടായിരുന്നു, ബിഷപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നു 40 കൊല്ലോ 45 കൊല്ലോ പുള്ളിക്കാരനായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി. അപ്പം ഈ വയലിനിസ്റ്റുമാണ്, മ്യൂസിക് കമ്പോസറുമാണ്.
അപ്പോൾ അവിടുന്ന് ഇറങ്ങിയ ഒരു കാസറ്റിൽ മ്യൂസിക് കമ്പോസറായിട്ട് വെക്കുമ്പം 10 പാട്ട് ഈ പറയുന്ന ഗായകൻ രജു ജോസഫ് ഒരു പാട്ട് അതിൻ്റെ അകത്ത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം പുള്ളി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എത്രയും നല്ല മനസ്സുള്ള ഒരാളാണ്. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ എം ജയചന്ദ്രൻ അന്ന് എൻ്റെ വീട്ടിൽ വന്നു പോകുന്ന കാലം, അല്ലെങ്കിൽ ഞാൻ ജയൻ്റെ വീട്ടിൽ പോകുന്ന സമയം, അന്നൊരു ലാംബി സ്കൂട്ടറിൽ ജയ എൻ്റെ പട്ടത്ത് എൻ്റെ വീട്ടിൽ വരും. അപ്പം ജയൻ ഒരു പ്രാവശ്യം ഒരു എം ജയചന്ദ്രൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഈ പാട്ടുമായിട്ടിരിക്കുകയാണ്. ഈ ദൈവമേ നീയൻ പരിപാലകൻ, നീയൻ വഴിയും ജീവനുമേ, രാവും പകലും കാവൽ നിൽക്കും സ്നേഹസ്വരൂപനെ സ്തുതിച്ചിടുന്നു എന്ന് പറഞ്ഞൊരു പാട്ട്. ഈ പാട്ട് ഒരു ശരിക്കും ഒരു ശുഭമന്തുരാളി എന്ന് പറഞ്ഞൊരു രാഗം ബേസാണ്. പക്ഷേ അന്ന് ഞാൻ ഈ ശുഭമന്തുരാളി രാഗത്തിനെ കുറിച്ചുള്ള ഒരു അറിവൊക്കെ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ ഇത് ഏത് രാഗമാണെന്ന് പോലും എനിക്ക് ഒന്ന് അന്വേഷണം കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത് ശുഭമന്തുരാളി രാഗമാണല്ലോ. അങ്ങനെ ഈ പാട്ട് കമ്പോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ജയൻ വന്നിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്തൊരു അഭിപ്രായം പറയാണ്. എടാ രജു, നീ ഒരു കാര്യം ചെയ്യാമോ, ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടില്ല ഇതുവരെ, ഈ പാട്ടുകൾക്ക് ഒന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യമുണ്ട്, നീ ഒന്ന് എം ജെ തോമസ് സാറിനോടൊന്ന് പറയണം എന്ന് പറയണം. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് എം ജയചന്ദ്രൻ ആ സമയത്തും ഇപ്പോഴും. പക്ഷേ തിരിച്ചതുപോലെ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 10, 100, 150, 200 പടം ചെയ്തിട്ട് ഒരു പാട്ട് എനിക്കിതുവരെ പാടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സേക്കിന് ഞാൻ ഇമ്മീഡിയറ്റ്ലി എം ജെ തോമസ് സാറിനടുത്ത് ഞാൻ പോയിട്ട് പറയാണ്, എൻ്റെ സുഹൃത്ത് ജയചന്ദ്രൻ, അന്ന് എം ഇല്ല, ദേരമ ഷൈനേഷാണ് എം ഇപ്പുറത്ത് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു കോൺട്രവേഴ്സിക്കൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്, ഇത് സംഭവിച്ച കാര്യം എനിക്കൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി, അങ്ങനെ അങ്ങ് പറയുക. പക്ഷേ ഞാൻ പോയി പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എം ജെ തോമസ് സാറ് പറഞ്ഞു വെച്ചാൽ, രജുവിന് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മൊത്തം നൊട്ടേഷൻ എഴുതട്ടെ അദ്ദേഹം എന്ന് പറഞ്ഞു. ആദ്യം കുറച്ച് വേണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ജയനെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഒരു ഓപ്പണിങ് അവന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അതും 10 പാട്ട്. അത്രയും സീനിയർ മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ട് കൺവിൻസിംഗ്ലി ഞാൻ സംസാരിപ്പിച്ചിട്ട് അത്രയും 10 പാട്ടിൻ്റെ നൊട്ടേഷൻ എഴുതിയത് കൊണ്ട് കാണിക്കുകയും അത് ആ നൊട്ടേഷൻ ഞാനും ഇരിക്കെ അതിൻ്റെ മൊത്തം സ്വരപ്പെടുത്തിയിട്ടുള്ള കണ്ടൻറ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നെന്നുള്ളത് അദ്ദേഹത്തിന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയും അത് പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോട്ട് അവിടെ ടെന്നിസൺ എന്ന് പറഞ്ഞൊരു സീനിയർ, ഇപ്പോഴത്തെ സീനിയർ മോസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ, ചിത്ര ചേച്ചിയുടെയൊക്കെ നിരന്തരം എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ ഒരു ലെജൻഡറി സൗണ്ട് എഞ്ചിനീയർ എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഓലപ്പര സ്റ്റുഡിയോ ഉണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു റെക്കോർഡിങ്. ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഈ പറയുന്ന പാട്ടുകൾ 10 എം ജയചന്ദ്രൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ എം ജയചന്ദ്രൻ എന്ന് എഴുതി വന്ന ആദ്യത്തെ കാസറ്റ്. അപ്പം ഞാൻ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ രംഗപ്രവേശനത്തിന് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത് എം ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ കാസറ്റിൽ എവിഡൻ്റ് ആണ്. അവിടെ നിന്നാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് ജേണി. അതിനുശേഷം പിന്നെ ഞാൻ ലോ അക്കാഡമിയിൽ ഡിഗ്രി BCom കഴിഞ്ഞിട്ട് ഞാൻ ലോയ്ക്ക് പോകാൻ കാരണം തന്നെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങൾ വീണ്ടും ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം, പണ്ട് പത്രമാധ്യമവും ഒരു ദൂരദർശനും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ ആസ് എ മ്യൂസീഷ്യൻ എന്നുള്ളൊരു റീച്ച് കിട്ടുന്ന ഭയങ്കര ഒരു ഫെസ്റ്റിവലാണല്ലോ യുവജനോത്സവങ്ങൾ. അപ്പോൾ അങ്ങനെ കേരള യൂണിവേഴ്സിറ്റി ഇനിയും എനിക്ക് കോമ്പറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഭയങ്കര ഒരു താല്പര്യത്തിൽ അടുത്തൊരു കോഴ്സ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, നീ പോയി ലോ ചെയ്യും, എനിക്ക് പാടുകയും ചെയ്യാം. അങ്ങനെ ഞാൻ പാട്ടും
ക്കാൻ വേണ്ടിയിട്ട് പാട്ട് യുവനോത്സവങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ലോ പോയി ചേരുകയാണ്. ലോ പോയി ചേർന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ആ സമയത്ത് സിംഗിങ് ബേർഡ്സ് അല്ലെങ്കിൽ ഗോൾഡൻ വേവ്സ്, വോയിസ് ഓഫ് യൂത്ത്, അങ്ങനെ നിരവധി, പിന്നെ കൊയർ പാടാൻ വേണ്ടിയിട്ട് OVR എന്ന് പറയുന്ന ഒരു സീനിയർ മോസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ഡിവോഷനിൽ. നമ്മുടെ OV റാഫേൽ ഇല്ലേ, അല്ല സോറി, അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് OV റാഫേൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ റോണി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, പ്രിയദർശൻ സാറിൻ്റെ നിരവധി പടങ്ങൾ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള റോണി റാഫേൽ. ഇവരുടെയൊക്കെ പിന്നെ കൊയറിന് പാടാൻ പോയി കഴിഞ്ഞാൽ 50 രൂപ, ഓർക്കസ്ട്ര പിന്നെ ഗാനമേളയ്ക്ക് പാടാൻ പോയി കഴിഞ്ഞാൽ 100 രൂപ. പക്ഷെ അന്നത്തെ 100 എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു 2000 രൂപ 3000 രൂപയുടെ എഫക്റ്റ് ഉണ്ട്. പെട്രോളിൽ എനിക്ക് തോന്നുന്നു അന്ന് 10 രൂപ എന്ന് തോന്നുന്നു ഒരു. അപ്പോൾ ആ ഒരു കാലഘട്ടം ഞാൻ പറയുന്നത് ഒരു 20 വർഷം മുമ്പുള്ള സമയമാണ്, 25 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി ട്രൂപ്പുകളുമായിട്ട് ഒക്കെ ഞാൻ ഈ ലോയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പോയി പാടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ അപ്പന ചിലവുകൾക്കൊക്കെ നമ്മൾ വീട്ടുകാരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു പോകുന്ന ഒരു സമയം. അപ്പോൾ എന്താ പറയണ്ടു, ഇങ്ങനെ നിയമപഠനം 3 വർഷം, ഞാൻ 3-ാം വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പേപ്പറും പാസ്സായിട്ടില്ല. കാരണം പാട്ടും പാടി നടക്കുക. പാട്ട് പാടാനാണല്ലോ ലോയ്ക്ക് ചേർന്നത്. യുവജനോത്സവങ്ങൾ വിൻ ചെയ്തും വന്നു. എന്തായാലും ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പം നാട്ടിൽ വന്നു കഴിയുമ്പം എന്തായി നിന്റെ ലോ പഠനം എല്ലാം പേപ്പർ കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടും, നീ പാട്ടും പാടി നടക്കില്ലേ എന്ന് പറഞ്ഞ് പറയാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ പതുക്കെ എനിക്കതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ചേടാ, ലോ പഠിച്ചിട്ട് ലോ പാസ്സായില്ലെങ്കിൽ അത് ശരിയാവില്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് അവിടെ കേരള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു അനിൽ വിയൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഗോപി എന്ന് പറഞ്ഞ് മറ്റൊരു സുഹൃത്ത്, ഞങ്ങൾ 3 പേരും ഒരു ബെഞ്ചിൽ അപ്പുറമായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് ഞങ്ങളൊരു ആൽബം ചെയ്യുകയുണ്ടായി. നിലാവിൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമേനോനെയും ചേട്ടനെയും സുജാത ചേച്ചിയൊക്കെ പാടിക്കുകയും അതിൻ്റെ അകത്തുള്ള എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്ത് ഞാനായിരുന്നു. അതിൻ്റെ അകത്ത് 2-3 പാട്ടുകൾ ഞാൻ പാടിയിട്ടുമുണ്ട്. എന്നാൽ ആ ആൽബം ഭയങ്കര ഹിറ്റുമായിരുന്നു. പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ഞാൻ മതിലിൽ പോയി പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാസറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കുന്നു, നമ്മൾ തന്നെ പോയി അതിൻ്റെ പരസ്യത്തിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് കേരള മൊട്ടക്ക് പോയി പോസ്റ്റർ ഒട്ടിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലം വന്ന വഴി എന്നൊക്കെ പറയുന്നത് അതാണ്. വന്ന ഒരു കഷ്ടപ്പാടെന്ന് ഒരിക്കലും പറയില്ല, അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പോൾ അങ്ങനെയായി ഈ ഫൈനൽ ഇയർ എന്നിട്ട് പിന്നെ ഈ പറയുന്ന 24 പേപ്പറും ഞാൻ പാസ്സാവുകയാണ്. LLB എടുത്തു, 24 പേപ്പറും ഒറ്റയടിക്ക് പാസ്സായി. അത് ഒരു ട്യൂഷൻ എടുക്കാൻ വേണ്ടി അവിടെ ഒരു ധർമ്മരാജ് സാർ എന്ന് പറഞ്ഞിട്ട് ലോ അക്കാഡമിയിൽ തന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസറുണ്ട്. ഞാൻ 3 വർഷത്തെ ഫീസ് അങ്ങോട്ട് കൊടുത്തിട്ട് 3 വർഷത്തെ ഫീസ് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ പറയുന്ന എനിക്ക് കിട്ടിയ 2 സ്റ്റുഡൻസ് ഉണ്ട്, അനിൽ ബിയാനിപ്പുറം, ഗോപി ഇപ്പുറം. ഇവർ 2 പേരെ ഞാൻ പഠിപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഇരുന്ന്. അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ. അപ്പം 24 പേപ്പർ ഞാൻ പാസ്സായി, ഇവരെ പഠിപ്പിച്ച്. അപ്പം എന്നോടിപ്പോൾ ഇപ്പുറത്തിരുന്ന അനിൽ ബിയൻ 2 കൊല്ലത്തെ ഒരുമിച്ച് പാസ്സായി. അവന് 1 വർഷം കൂടി മാത്രമേ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. പിറ്റേ വർഷം അവനും പാസ്സായി എല്ലാ വർഷവും. ഗോപി അതുപോലെ തന്നെ 3 വർഷം. 1 വർഷം കഴിഞ്ഞപ്പം അവർ 2 പേരും ഞാൻ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ 3 വർഷത്തെ പേപ്പറും പാസ്സായി. അത് കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ആ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ശമ്പളക്കുറവ്, 300 രൂപയും വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് മ്യൂസിക്കും കൂടി അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് പിന്നണി ഗാന രംഗത്ത് ഉള്ള ഒരു പരക്കം പാച്ചിൽ പല മ്യൂസിക് ഡയറക്ടേഴ്സിനെ കാണുകയും പതുക്കെ ഓരോ പാട്ടുകൾ 1 വർഷത്തിലൊരിക്കലൊക്കെ ഒരു പാട്ടെങ്കിലും വെച്ച് കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ പതുക്കെ ഉണ്ടായി. പതുക്കെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങി, സാരംഗി റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കലൂർ വീടിനോട് ചേർന്ന് തന്നെ. ഒരു സ്റ്റുഡിയോ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡിയോയിൽ ദാസാർ വരെ വന്ന് വന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഒരു 5 കൊല്ലം, ഒരു 5-6 ഇപ്പം എനിക്കൊന്നൊരു 10 കൊല്ലമായിട്ടുണ്ട്.
ഏഷ്യാനെറ്റിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ഉദിത് ചൈതന്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമിജി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ സോങ് പാടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ദാസാറ്. അതിൻ്റെ പുറത്തൂടെ വേറെ ആൾക്കാർ പാടി. സാറിന് വേണ്ടിയിട്ടുണ്ട് പാട്ടുകൾ ഗിരീഷ് പുത്തഞ്ചേരി സാറിന് വേണ്ടിയിട്ട്. അത് ദുബായിൽ ഒരു ഷോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് റോയിലിരുന്ന ഒരു വളരെ എന്താ പറയുക, നമ്മുടെ പാട്ട് കേട്ട് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു എബ്രഹാം എന്ന് പറഞ്ഞിട്ട് മാരവിൻസ് കോളേജിൽ ഉണ്ടായിരുന്ന, മാരവിൻസ് കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം ദുബായിൽ ഉണ്ടായിരുന്ന ദുബായ് ചാപ്റ്ററിന് വേണ്ടി പോയി പാടിയതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു രജുവിനെ കൊണ്ടൊരു ഈ ഫ്രണ്ടിൽ ഇരുന്ന എബ്രാഹിം ജി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് രജുവിനെ കൊണ്ടൊരു ആൽബം ചെയ്യിക്കണമെന്നുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ ആൽബം ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ കമ്പോസ് ചെയ്യാണ്. മൊത്തം കമ്പോസ് ചെയ്ത് ഈ പറയുന്ന ONV സാറ്, പിന്നെ RK ദാമോദരൻ, സന്തോഷ് വർമ്മ, റഫീഖ് അഹമ്മദ്, ഷിബു ചക്രവർത്തി, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെ 6 ലിറിസിസ്റ്റുകൾ എഴുതിയ ഒരു ആൽബമാണ്. അപ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. അത് ഒരു ഉഗ്രൻ ആൽബം. മ്യൂസിക് കമ്പോസിങ് ഇപ്പോഴും മ്യൂസിക് കമ്പോസിങ് അതിനുശേഷം 2 പടങ്ങൾ ചെയ്തു. ഈ അനിൽ വിയൻ തന്നെ പിന്നെ ഒരു ഡയറക്ടറായിട്ട് 2 പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. വളരെ പിന്നെ അതിലൊരു പാട്ട് പാടുകയും കമ്പോസ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതല്ലാതെ തീ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ, അതിലും ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് സജിൻ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പടം. വേറെ ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പോൾ ഡിസ്കഷനിലിരിക്കുന്നു. അപ്പം അത് ഉടൻ അത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. മ്യൂസിക് അല്ലാതെ ബാക്കിയുള്ള ഹോബീസ് എന്തൊക്കെയാ? മ്യൂസിക് അല്ലാണ്ടുള്ള ഹോബീസ്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു നല്ലൊരു ഷട്ടിൽ കോർട്ടുണ്ട്. അവിടെ പോയി ഷട്ടിൽ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. ഞങ്ങൾക്ക് അവിടെ ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. ക്രിക്കറ്റ് ടീം എന്നത് മ്യൂസീഷ്യൻസ് ക്രിക്കറ്റ് ടീമുണ്ട്, കൊച്ചിൻ മ്യൂസിക് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. എൻ്റെ സ്പോൺസർ ചുങ്കത്ത് വർഷങ്ങളായിട്ട്. പിന്നെന്താണ് വേറെ ട്രാവലിംഗ്? എനിക്ക് തോന്നുന്നു ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടു, കാർ ക്രേസ്. അത് ഇങ്ങനെ വെറുതെ നമുക്ക് ഒരു എപ്പിസോഡ് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു കാർ ഏതാന്നുള്ളത് ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ചെയ്യുന്ന ഒരു എപ്പിസോഡിൽ ഞാൻ അങ്ങനെ തലവെച്ച് കൊടുത്തെന്ന് മാത്രമേ. അവാർഡ്സുകൾ ഇപ്പോൾ റീസെന്റ് ഒരു അവാർഡ് കിട്ടിയല്ലോ അല്ലേ? റീസെൻ്റ്ലി സത്യത്രേ ഫിലിം സൊസൈറ്റിയുടെ ഒരു ടാലന്റ് അവാർഡ് കിട്ടുകയുണ്ടായി. പിന്നെ ഓൾറെഡി ഓൾ ഇന്ത്യ റേഡിയോയിലെ ചെറുപ്പത്തിൽ തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ അതല്ലാണ്ട് ഒരു ഓണറി ഡോക്ടറേറ്റ് ഡൽഹിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ടായത്. അത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ടോപ്പ് ഗ്രേഡ്, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ 6 കൊല്ലത്തെ ഇത്. ഞാൻ അല്ലാണ്ട് ഗസലിൻ്റെ തന്നെ സ്റ്റേറ്റ് ലെവൽ 6 കൊല്ലം വിൻ ചെയ്തിട്ടുണ്ട് ഗസൽസ്. പിന്നെ നമുക്ക് പഠിച്ചിട്ടുള്ള ഗുരുക്കന്മാരുടെ ആരൊക്കെയാണെന്നും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററി മുഴുവൻ പടത്തിൽ പാടിയിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം അത് മൊത്തം ബ്രീഫ് ചെയ്ത് ഒരു കണ്ടൻറ്റ് കൊടുത്തതിനെ ചൊല്ലി ഡൽഹിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അത് UNO അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ അവാർഡ് ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ് അല്ലേ? സത്യമാണ് കേട്ടോ. കാരണം ഞാൻ 25-ാം വയസ്സിൽ കല്യാണം കഴിച്ചു വരുത്തന്നെ. അപ്പോൾ 25-ാം വയസ്സിൽ ഞാൻ കല്യാണം കഴിക്കുമ്പം ഞാൻ ലോ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, പ്ലേ ബാക്ക് എൻട്രി തുടങ്ങുന്നേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ പിന്നെ ഞാൻ പാരലി ഞാൻ കൊണ്ടുപോകുന്നതിന് അത് ഓരോ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഓരോ ദൈവനിമിത്തമായിട്ടും നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹവും അമ്മയപ്പൻ്റെയും ഒക്കെ അതുപോലെ സപ്പോർട്ടും ഫാമിലി വൈഫിൻ്റെ ആണെങ്കിലും മക്കളുടെ ആണെങ്കിലും. ഇപ്പോൾ എൻ്റെ വൈഫ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 2 മക്കളാണെങ്കിലും ഇളയാളിൽ 8th ഗ്രേഡ് പിയാനിസ്റ്റാണ്, പിന്നെ അവൻ നന്നായിട്ട് പാടുകയും ചെയ്യും. മൂത്താള് 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഉസ്താദ് ഹോട്ടലിൽ തിലകഞ്ചേട്ടൻ്റെ ചെറുപ്പകാലം ആണോ? മോനാണല്ലേ? വാതിലിൽ ആ വാതിൽ എന്ന് പറഞ്ഞ പാട്ടില് കല്യാണത്തലേന്ന് പെണ്ണിനെ അടിച്ചോണ്ട് ആ പെണ്ണിനെ അടിച്ചവൻ സീൻ മതി എല്ലാരും ഓർക്കാൻ. പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഓർമ്മ വന്നു. ജഗൻ എന്നാണ് പേര്, ഇളയാളുടെ പേര് ജോയൽ എന്നാണ്. പിന്നെ വെളിപാടിന്റെ പുസ്തകം എന്ന് പറഞ്ഞ പടത്തില് ലാലേട്ടനായിട്ട്
ക്ലൈമാക്സിൽ ഇവനും ലാലേട്ടനായിട്ട് ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമ്പസിൽ ത്രൂ ഔട്ട് ആ പടത്തിൻ്റെ ഒരു ക്യാമ്പസ് ബേസ്ഡ് ആണല്ലോ വെളിപാടിൻ്റെ പുസ്തകം. ആ ക്യാമ്പസിൽ ത്രൂ ഔട്ട് അവൻ ഉണ്ട്, ആ പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ട്. അവനിപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ട് ഇപ്പം സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും AI വീഡിയോ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം പിന്നെ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവൻ മുന്നോട്ട് പോകുന്നു. വേറെ ബാംഗ്ലൂർ ബോംബെയിലൊക്കെ ഒരുപാട് ഫിലിംസിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. ഈസ് ബാക്ക് ഇൻ ടു ഹിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടർ. ഇളയാൾ BBA LLB സിംബയോസിസ് നിന്ന് കഴിഞ്ഞതാണ്. അവന് ഇപ്പം MBA ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ലോ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഇല്ല, മേ ബി ഇൻ ഫ്യൂച്ചർ. മഞ്ജു വൈഫ് ബൊട്ടീക്ക്, രംഗീല ഡിസൈനർ ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് കലൂർ, ചമ്മണി ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ വെസ്റ്റേണും ഈസ്റ്റേണും എല്ലാം ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തി ആ ഒരു സെക്ടറിലാണ് സജീവമായിട്ടുള്ളത്. ഇപ്പൊ ലോയറായിട്ട് ഇപ്പൊ ഇങ്ങനെ പ്രൊഫഷൻ എടുത്തിട്ട് ആൾക്കാർ പാഷനും കൂടെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താണുള്ള ഒരു ടിപ്സ് ആൻഡ് അഡ്വൈസ് പറയാനുണ്ട്? ഇപ്പം ലോയർ എന്നുള്ള രീതിയിലുള്ള ഒരു പാഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലോയിലോട്ടുള്ള ഒരു താല്പര്യം ഭയങ്കരമായിട്ട് ഉണ്ടായി. അതായത് ഞാൻ ഈ 300 രൂപ ശമ്പളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലും എനിക്ക് ലോ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷം. കാരണം ഒരു സാധാരണക്കാരന് നിയമം അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഞാൻ ആ ബേസിൽ സന്തോഷവാനാണ്. അപ്പോൾ എനിക്ക് നിയമം അറിയാമല്ലോ, അത്യാവശ്യം നിന്ന് പിഴയ്ക്കാനുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഒരു കോൺട്രാക്റ്റ് കിട്ടിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു സ്റ്റെപ്പ് എടുക്കുമ്പം നമുക്കത് ചിട്ടയോടുകൂടി ഏത് രീതിയിൽ അതിനെ സമീപിക്കണം എന്നുള്ളത് കൃത്യമായിട്ടറിയാം. അപ്പോൾ അതെനിക്ക് ഒരു രീതിയിൽ എനിക്ക് ഒരു നഷ്ടമല്ല. പ്രാക്ടീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 years ഡെഡിക്കേറ്റഡ് ടൈം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതിന് വേണ്ടി ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 20 കൊല്ലത്തോളം പ്രാക്ടീസും പാരലി ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഐ ഡു ഹാവ് ആൻ ഓഫീസ്. എനിക്ക് ഒരു 1 time കൺസൾട്ടേഷൻ, 1 time സെറ്റിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞ സിവിൽ മാറ്റേഴ്സിൻ്റെ ഒരു 1 time സെറ്റിൽമെൻറ്റ്സ് ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കുള്ളൊരു ഓഫീസ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഒക്കേഷണലി കോടതി പോകുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഗ്രാജുവലി ഒരു 5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി നമുക്ക് ഫയൽ വരികയും നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഫയൽസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഒരു സീനിയർ കൊടുക്കുന്നുവെങ്കിൽ നമുക്കങ്ങനെ ആ ഓഫീസ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കേസ് നടത്താനുള്ള ഒരു കാര്യങ്ങളും. പിന്നെ ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഇൻകത്തിന് ഒരു ഡെഡിക്കേറ്റഡ് എഫേർട്ട് ആ ഒരു 10 കൊല്ലം കോടതിയിൽ പോയി സജീവമായിട്ടുണ്ട് എങ്കിൽ പിന്നെ നല്ല സമയമാണ് പിന്നെ അതിന് ശേഷം. എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഈ 10 എൻ്റെ ഇനിഷ്യൽ ടൈമിന് ഇൻകം ജനറേറ്റ് ചെയ്തില്ല എങ്കിൽ തന്നെ കുറച്ച് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസിൻ്റെ അവതാളത്തിൽ കിടന്നതിൻ്റെ അല്ലെങ്കിൽ പാർട്ടിഷൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ വാടകക്കാരൻ ഒഴിയാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ കുടികിടപ്പുകാർ ഒഴിയാത്ത കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് നാനാവിധമായിട്ട് കിടന്ന കുറേ സിവിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. ആ ഡിസ്പ്യൂട്ട്സൊക്കെ തീർത്ത് ഫ്രൂട്ട്ഫുൾ ആക്കി കഴിയുമ്പോൾ ആ പറമ്പിൽ എന്തെങ്കിലും ഒരു കെട്ടിടം വെച്ച് കഴിഞ്ഞാലും ഇൻകമാണ്, അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇൻകമാണ്. അപ്പോൾ എനിക്കെൻ്റെ കിട്ടിയ 300 രൂപയുടെ ശമ്പളത്തിൻ്റെ ആ ഒരു ഔട്ട്കം അല്ല ഞാൻ നാളെയിലേക്ക് നോക്കിയിരുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആ ഒരു ഓരോ ഭൂമി നന്നാക്കി എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് ഫ്യൂച്ചറിൽ വരുന്ന ഒരു എക്സാജറേറ്റഡ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു അപ്രീഷിയേറ്റഡ് വാല്യൂ എൻ്റെ ബെനിഫിഷ്യറി ആവാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യങ്ങളും കൂടെ ഞാൻ നോക്കി കണ്ടിട്ടാണ് ആ സമയങ്ങൾ അങ്ങനെ എനിക്കൊരു നഷ്ടമല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങുകയും അതിലോട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഞാൻ പാരലി കൊണ്ട് നടക്കുകയും ചെയ്തത്. അപ്പം നമ്മുടെ സമയം ഏതാണ്ട് ഒരു മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. സത്യം പറഞ്ഞ പാട്ടായിട്ടും എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. എല്ലാവിധ ആശംസകളും അപ്കമിങ് പ്രൊജക്ട്സിന്
എല്ലാ ആശംസകളും. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക്സ് സോ മച്ച്. ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യനെയർ പോലെ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു ക്വസ്റ്റ്യനിങ് പാറ്റേൺ ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക്. എനിവേ, താങ്ക്സ് ടു ഓൾ വ്യൂവേഴ്സ് ഓഫ് MC Audios. താങ്ക് യു.